എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ദിവാലി സെയിൽ ഒക്ടോബർ 17 അതായത് ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് 23 വരെ ഫ്ലിപ്കാർട്ടിൽ നടക്കുന്ന ഒരു ഓഫർ സെയിലാണ്. പൊതുവെ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഞാനടക്കം എല്ലാ കൂട്ടുകാരും ഈ ഒരു ഓഫർ സെയിലിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനൊരു ഒറ്റ റീസൺ തന്നെ 1500 രൂപയുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ നമുക്ക് 400 രൂപ 500 രൂപ കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിസോ ഗോപോർട്സ് ഡി 1399 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 899 രൂപയ്ക്ക് ലഭ്യമാകും. ഈ ഒരു 899 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് അതിനേക്കാളും കുറഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഉറപ്പായിട്ടും നമുക്ക് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ കാണുന്ന ആ ഒരു ഓഫർ റേറ്റിനേക്കാളും കുറച്ചുകൂടി നമുക്ക് മാർജിനിൽ സാധനങ്ങൾ എങ്ങനെ വാങ്ങിക്കാമെന്നാണ്. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ഓഫറിൽ കാണുന്ന റേറ്റിനേക്കാളും കുറച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം? ഉറപ്പായിട്ടും ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും ഷോപ്സി ബൈ ഫ്ലിപ്കാർട്ട് എന്നുള്ളത്. ഫ്ലിപ്കാർട്ടിന് തന്നെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ബിഗ് ബില്യൺ ഡേയ്സിൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു സുഹൃത്ത് ജസ്റ്റിനാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത്. എന്നാൽ ഞാൻ എന്തുകൊണ്ട് ആ സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു എന്തുമാത്രം ഇത് ജെന്യൂൻ ആണെന്നുള്ളത്. കാരണം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്ത് വാങ്ങിച്ചാലും നമുക്ക് പൈസ കിട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. എന്തായാലും ഇന്നലെ ഒക്ടോബർ 16 അവരുടെ ഒരു ഫസ്റ്റ് പേയ്മെന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബാങ്കിൽ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ജെന്യൂൻ തന്നെയാണ്. ആ ഒരൊറ്റ റീസണിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഷോപ്സി എന്നടിക്കുക. അപ്പോൾ തന്നെ കണ്ടോ ഷോപ്സി ബൈ ഫ്ലിപ്കാർട്ട് എന്ന് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫോൺ നമ്പർ ചോദിക്കും അവർ. ആ ഫോൺ നമ്പർ കൊടുക്കേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പർ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോൺ നമ്പറിൽ കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം ഒരു OTP വരും. OTP എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫ്ലിപ്കാർട്ടിന്റെ തന്നെയാണ്. ഒരു ഫ്ലിപ്കാർട്ടിന്റെ ആപ്ലിക്കേഷൻ ഓണാക്കിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ മുകളിൽ ഷോപ്സ് എന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വല സൈഡിൽ ഒരു സെർച്ച് എഞ്ചിൻ കാണാൻ സാധിക്കും. കൂടാതെ ഒരു കാർട്ടും കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഹോം ഉണ്ട്, ഷെയർഡ് ഉണ്ട്, ഏർണിംഗ്സ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇനി ജസ്റ്റ് ഒന്ന് ഞാനൊരു ഡിസോ ഗോപോർട്സ് ഡി നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് തന്നെ ഞാൻ സെർച്ച് ചെയ്തു. കണ്ടോ, സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് 899 രൂപ കണ്ടു. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏൺ 45. അതായത് 899 രൂപയുടെ ഈ ഒരു ഡിസോ ഗോപോർട്സ് ഡി വാങ്ങിക്കുമ്പോൾ 45 രൂപ കൂടി കുറഞ്ഞു കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ടു കാർട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഗോ ടു കാർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ ആ സെയിം ഫ്ലിപ്കാർട്ടിന്റെ ഇന്റർഫേസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ പ്ലേസ് ഓർഡർ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് ചോദിക്കും. അതിനുശേഷം എന്താ പറയുക കാശ് പേ ചെയ്യാന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡെലിവേർഡ് ആയ ഉടനെ നമുക്കിതിൽ നമ്മുടെ ആ ഒരു 45 രൂപ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവുമെന്നുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഏർണിംഗ്സിൽ വരുവാണെങ്കിൽ കണ്ടോ ഇവിടെ എനിക്ക് ഓൾറെഡി ടോട്ടൽ ഡെപ്പോസിറ്റഡ് അതായത് 295 രൂപ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡെപ്പോസിറ്റഡ് ആണ്. 16/10/2021 എൻ്റെ അക്കൗണ്ടിലേക്ക് 532 രൂപ ഇനി എന്താ പറയുക എലിജിബിൾ ആയിട്ടുണ്ട് എനിക്ക് പേ ഔട്ട് ചെയ്യാനായിട്ട്. കൂടാതെ ടോട്ടൽ പെൻഡിങ് എന്ന് പറയുന്നത് 1057 രൂപയും ഉണ്ട്. ഈ ഒരു 100 രൂപയാണ് നമുക്ക് മിനിമം പേ ഔട്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ അക്കൗണ്ട് ഒക്കെ കൊടുത്ത് നമ്മൾ കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ഈ ഒരു വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു ഷോപ്സി ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വാങ്ങിച്ചാലും നമുക്കൊരു കമ്മീഷൻ ലഭ്യമാകുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു സറൗണ്ടിങ്ങിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള കൂട്ടുകാരുടെയും ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ചില ആൾക്കാർ ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു പ്രോഡക്റ്റേ വാങ്ങിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഡിസോ ഗോപോർട്സ് ഡി മാത്രം വാങ്ങിക്കുന്നുവെങ്കിൽ അതിന് 45 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാൽ 100 രൂപ ആയാലേ നമുക്ക് പേ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുറേ കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഇതുപോലെ കോൺടാക്ട് അവരുടെതൊക്കെ ഇതുപോലെ പറയുക, എന്താ പറയുക ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും മന്ത്ലി അത്യാവശ്യം നല്ല കാശും ഈ ഒരു ഷോപ്സി വഴി നമുക്ക് ലഭ്യമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആയ ആ ഒരു ഇൻവോയ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഷോപ്സി എനിക്ക് അയച്ചതാണ്. ജസ്റ്റ് ആദ്യം 1 രൂപ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ 7 രൂപന്. അതിനുശേഷം കണ്ടോ 7 രൂപന് തന്നെ
295 രൂപ ക്രെഡിറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ കണ്ടല്ലോ, ഉറപ്പായിട്ടും 100% നമുക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ഷോപ്സി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ ഷോപ്പ് ചെയ്യുന്ന എല്ലാവരും ഉറപ്പായിട്ടും യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ഷോപ്സി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഷോപ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണയും കൂടാതെ നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും കാശ് നേടാമെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.